Hi students, welcome back to our maths class for first standard students. Okay, let us start our new chapter, that is addition and subtraction. Okay, നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. എന്താണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ? ഓക്കെ, അപ്പം അഡീഷൻ, അതായത് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ നന്നായിട്ട് പഠിച്ചെങ്കിലേ, അതായത് ബേസിക് ഓപ്പറേഷൻസ് ആണ് മനസ്സിലായത് അല്ലേ? അപ്പം ഇത് ശരിയായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയി കഴിയുമ്പോൾ നന്നായിട്ട് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണ്ടേ? അപ്പൊ അത് ഇപ്പം അറിയാൻ പറ്റുന്നത് മോശമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അഡീഷൻ. ഓക്കെ, വാട്ട് ഈസ് അഡീഷൻ? അഡീഷൻ ആഡ് ചെയ്യുക, പുട്ടിങ് ടുഗെദർ, അതായത് കൂടുതൽ അല്ലേ? അഡീഷൻ എന്ന് പറയുമ്പോൾ ഉള്ളതിന്റെ കൂടെ എന്ത് ചെയ്യാണ്? അപ്പം ഇപ്പൊ നോക്കി ഒരു ചോക്ക് അല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഞാൻ രണ്ട് ചോക്കും കൂടി എടുത്തപ്പോൾ ഇത് എന്തായി? ഹൗ മെനി ചോക്സ് ആർ ദർ? യെസ്, 3 അല്ലേ? അപ്പൊ എന്താണ്? 3 ചോക്ക് അല്ലേ? അപ്പൊ എന്താണ് അഡീഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻക്രീസ് ചെയ്യാൻ കൂടുവാണ് അഡീഷൻ. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. പല രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ മെത്തേഡും, അതായത് ചെറിയ ചെറിയ ഓരോ എളുപ്പമുള്ള മെത്തേഡ്സ് ആണ് അതുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാം ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അഡീഷൻ ഒന്നും നോക്കുന്നില്ല, പെട്ടെന്ന് എടുക്കലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഫോർവേഡ് കൗണ്ടിങ്. ഫോർവേഡ് കൗണ്ടിങ് അതായത് വായിച്ചത് 5 + 6 ഫോർവേഡ് കൗണ്ടിങ്ങിൽ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകും. അപ്പം 5 + 6 ചിലർ തന്നെ എന്താണ് 5 എടുക്കും, ഇവിടെ 5 അല്ലേ ഉള്ളൂ, അപ്പം ഒരെണ്ണം താഴേലും എടുക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊന്നും വേണ്ട. 5 + 6 5 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ നോക്കിയേ, 5 + 6. അപ്പൊ നമ്മൾ 6 നമ്പേഴ്സ് ഇവിടെ എഴുതണം. 5 കഴിഞ്ഞിട്ടുള്ള 6 നമ്പേഴ്സ് എഴുതണം. 5 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ ഏതാണ്? 6 7 8 9 10. 6 നമ്പർ ആയോ? 1 2 3 4 5 ആയോ? 4 നമ്പർ 11. കണ്ടോ? അപ്പൊ ഏറ്റവും അവസാനം വന്ന നമ്പർ ആയിരിക്കും ഇതിന്റെ ആൻസർ. പക്ഷെ ഇതൊന്നും നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിലോട്ട് അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷിക്കേണ്ടി വരും. ബട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അഡീഷൻ ഈ മെത്തേഡൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പൊ 5 + 6 5 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എഴുതുക. അങ്ങനെ എത്ര നമ്പർ വേണം? 6 നമ്പർ. അടുത്തത് 6 + 4. അപ്പൊ 6 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ ഏതാണ്? 7. ഇനി എത്ര നമ്പർ എഴുതേണ്ടത്? 4. 7 8 9 10. 1 2 3 4. കണ്ടോ? ആൻസർ എന്ത് വരും? 6 + 4 10. ഇതാണ് ഫോർവേഡ് കൗണ്ടിങ്ങിലൂടെ അഡീഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? ഒന്നുമില്ല, നമ്മൾ ആദ്യത്തെ നമ്പർ നോക്കുക, അതിന്റെ നെക്സ്റ്റ് നമ്പർ എഴുതുക. അത് കഴിഞ്ഞ് എത്ര നമ്പറാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്, എത്ര നമ്പർ ഇങ്ങോട്ട് എഴുതണം. കണ്ടോ? അടുത്തത് 20 + 5. അപ്പൊ നമ്മൾ ഏതാ? 20യുടെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 21. കണ്ടോ? 21 എത്ര നമ്പർ എഴുതുന്നത്? 5 നമ്പേഴ്സ്. 22 23 24 25. 5 number ആണെങ്കിൽ 1 2 3 4 5. ആൻസർ ഈസ് 25. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തത് ഡ്രോ ലൈൻസ് ടു മേക്ക് 10 ആൻഡ് ദെൻ ആഡ്. നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിലായതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയുന്ന രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ചിലപ്പോൾ വെർട്ടിക്കൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ ആ രീതി ചെയ്യാം, നമ്പർ സ്ട്രിപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ രീതി ചെയ്യാം. അതുകൊണ്ട് എല്ലാ മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആയോ? അപ്പം എളുപ്പമാണ്, സിമ്പിളാണ്. ഓക്കെ, ഡ്രോ ലൈൻസ് ടു മേക്ക് ആൻഡ് ദെൻ ആഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ലൈൻസ് ടു മേക്ക് 10. ലൈൻ വരച്ച് 10 ആക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. 5 + 6 ഇവിടെ നമ്മൾ ആഡ് ചെയ്ത അതേ നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ആൻസർ എത്രയാണ്? 11 ആണ്. അത് ഇങ്ങനെ തന്നെ ആഡ് ചെയ്യണം. അപ്പൊ 5, അപ്പൊ നമ്മൾ 5 1 വരയ്ക്കും. 1 2 3 4 5. ക്ലിയർ ആണോ? കണ്ടോ? 1 2 3 4 5. ഇനി ഇവിടെ എത്രയാണ്? 6. അപ്പൊ നമ്മൾ
വൺസ് വരും. 1 2 3 4 5 6. ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. ഇവിടെ 5 ലൈൻസ് വരച്ചു, ഇവിടെ 6 ലൈൻസ് വരച്ചു. ഇനി ചിലര് ഇത് കൗണ്ട് ചെയ്യുന്നില്ല. 1 2 3 4 5 6 7 8 9 10 11 അങ്ങനെ എഴുതാം. ഇവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഡ്രോ ലൈൻസ് ടു മേക്ക് 10 ആക്കണം. 1 2 3 4 5 6 7 8 9 10. ഇവിടെ വരെ 10 ആണ്. കണ്ടോ കണ്ടോ ഇത്രയും 10 ആണ്. അപ്പൊ അതിനെ നമുക്ക് നോക്കുകയുണ്ട്. 10ന്റെ കൂടെ ബാക്കി എത്ര ലൈൻ കിടപ്പുണ്ട്? 1. അപ്പൊ 10 പ്ലസ് 1 11. കണ്ടോ? അടുത്ത നോക്കി 6 പ്ലസ് 4. അപ്പൊ എത്ര ലൈൻ വരയ്ക്കണം? 1 2 3 4 5 6 10. ഇവിടെ എത്രയാണ്? 1 2 3 4. ഇത് നമുക്ക് 10 ആണ്. 1 2 3 4 5 6 7 8 9 10. 10 ആയി, ഫുൾ 10 ആയി അല്ലേ? അപ്പം എന്താണ് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പൊ ആൻസർ 10. ക്ലിയർ? Then 8 plus 8. 8 plus 8. അപ്പൊ ആദ്യം എത്ര ലൈൻ വരയ്ക്കണം? 1 2 3 4 5 6 7 8. ക്ലിയർ? Then ഇവിടെ എത്രയാണ്? 1 2 3 4 5 6 7 8. ഇനി നമുക്ക് എത്രയാകണം? 10 ആണ്. 1 2 3 4 5 6 7 8 9 10. ഇവിടെ നമ്മൾ 10 തീർന്നു. 10 തീർന്നത് വെച്ച് ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഇത്ര 10 ആണ്. ബാക്കി 10 കഴിഞ്ഞിട്ട് എത്രയാണോ നോക്കിയാൽ മതി. എത്രയുണ്ട്? 1 2 3 4 5 6. 10 പ്ലസ് 6. അപ്പൊ എത്ര വന്നു? 60. കണ്ടോ? അപ്പൊ ഇത് നിങ്ങളുടെ കുറെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിനകത്തുണ്ട്, ചെയ്ത് പഠിച്ചാൽ മതി. ഒന്നുമില്ല. അപ്പം ലൈൻസ് വരയ്ക്കുക, 10 ആക്കുക. ഓക്കെ, ആ ലൈൻ 10 ആക്കുന്നുണ്ട്. അപ്പുറം ഇങ്ങനെ സർക്കിൾ ചെയ്തെടുക്കുക. 10 കഴിഞ്ഞിട്ട് 4 ഉണ്ടെങ്കിൽ 40, 10 കഴിഞ്ഞിട്ട് 6 ഉണ്ടെങ്കിൽ 10 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലൈൻ ആവും. 10 കഴിഞ്ഞിട്ട് 1 ആണെങ്കിൽ 11, 10 കഴിഞ്ഞിട്ട് 2 ഉണ്ടെങ്കിൽ 12, 10 കഴിഞ്ഞിട്ട് 3 ഉണ്ടെങ്കിൽ 30. അങ്ങനെ പോകും. 10 കഴിഞ്ഞിട്ട് 8 ആണെങ്കിൽ 80. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ദെൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്പർ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യാൻ. അപ്പൊ നോക്കി 6 പ്ലസ് 8. 6 പ്ലസ് 8. അപ്പൊ നമുക്ക് നമ്പർ സ്ക്രിപ്റ്റ് 0 മുതൽ ഞാൻ എഴുതിയിട്ടില്ല, വേണമെങ്കിൽ എഴുതാം. 6 7 8 9 10 11 12 13 14. അപ്പൊ നോക്കി 6 ആദ്യം സർക്കിൾ ചെയ്യും. ഇനി എത്ര പ്രാവശ്യമാണ് ജമ്പ് ചെയ്യേണ്ടത്? അതെ, രണ്ടാമത് നോക്കി 8 പ്രാവശ്യം നമ്മൾ ജമ്പ് ചെയ്യണം. ഇവിടുന്ന് ഞാൻ ജമ്പ് ചെയ്യാൻ പോവാണ്. 1 ഒന്ന് ചാടി, then 2 എന്റെ കൂടെ ജമ്പ് ചെയ്തേ. 2 3 4 5 6 7 8. ജമ്പ് ചെയ്തപ്പോൾ ഏത് ആൻസർ കിട്ടി? 40. ഓക്കെ, 40 ആൻസർ കണ്ടോ? ഇനി കുറച്ചുകൂടെ വലിയ നമ്പറാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. 75 പ്ലസ് 4. നമ്മൾ 100 വരെയുള്ള അഡീഷണൽ സബ്ട്രാക്ഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, 75 പ്ലസ് 4. അപ്പൊ 75 മുതൽ എഴുതിയാലും മതി. ഇവിടെ നമ്പർ സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നത് 75 മുതൽ. അപ്പൊ ഞാൻ ആദ്യം 75 സർക്കിൾ ചെയ്തു. എത്ര പ്രാവശ്യം ജമ്പ് ചെയ്യണം പറഞ്ഞു? 4. അപ്പൊ നോക്കിയേ 1 2 3 4. ഏതിൽ വന്നു? 79 എളുപ്പമല്ലേ ജമ്പ് ചെയ്യാൻ? നല്ല സുഖമല്ലേ? അഡീഷൻ യൂസിങ് ടെൻസ് ആൻഡ് വൺസ്. അപ്പൊ ഇതല്ലേ ഫോർവേഡ് കൗണ്ടിങ് കഴിഞ്ഞു. 10 ആക്കി ലൈൻസ് വരച്ചിട്ട് അതിൽ നിന്ന് അഡീഷൻ ചെയ്യാൻ പഠിച്ചു. അഡീഷൻ നമ്പർ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യാൻ പഠിച്ചു. ലാസ്റ്റ് വൺ അഡീഷൻ യൂസിങ് ടെൻസ് ആൻഡ് വൺസ്. 10ഉം 1ഉം വെച്ച് നമുക്ക് എങ്ങനെ അഡീഷൻ ചെയ്യാം? 75 പ്ലസ് 4. ഇവിടുത്തെ ഈ നമ്പർ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 75നകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ 2 ഡിജിറ്റ് അല്ലേ? അപ്പൊ 10 ഇവിടെ മാത്രമേ ഉള്ളൂ. ഹൗ മെനി ടെൻസ്? 7 ടെൻസ്. ഇനി ഇവിടെ 2 വൺസ് ഉണ്ടോ? ആദ്യത്തെ വൺ ഏതാണ്? 5 വൺസ്. ഇവിടുത്തെ വൺ ഏതാണ്? 4 വൺസ്. കണ്ടോ? അങ്ങനെ നമ്മൾ എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ടെന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഇനി ഈക്വൽ എത്ര ടെൻസ് ഉണ്ട്? 7 ടെൻസ്. വൺസ് നോക്കി 2 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്.
5ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 + 4 9. കണ്ടോ? അപ്പൊ 7 10s-ഉം 9 1s-ഉം കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ എഴുതാൻ എത്രയാണ്? 79. ഓക്കെ, 7 10s-ഉം 9 1s-ഉം. അപ്പൊ എന്താ 79? അപ്പൊ അതുപോലെ 61 + 4 നോക്കി. How many tens? 6 tens. How many ones? 1 1. Then 4 ones. അല്ലേ? അപ്പൊ നോക്കി ടെൻസ് എത്രയുണ്ട്? 6 tens തന്നെ. Then ones നോക്കി 1 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ എത്രയാണ്? 5 ones. 6 tens-ഉം 5 ones-ഉം. എത്രയാണ് ആൻസർ? 65. ക്ലിയർ ആയോ? അഡീഷൻ എളുപ്പമല്ലേ? അഡീഷൻ ഉണ്ട്, നമുക്ക് സബ്ട്രാക്ഷൻ ഉണ്ട്. ഇനി അഡീഷൻ ഇത് ബേസിക് മെത്തേഡ്സ് ആണ്. ഇനി നമുക്ക് വെർട്ടിക്കൽ അഡീഷൻ, അതാണ് നിങ്ങൾക്ക് മുതിർന്ന ക്ലാസ്സുകളിൽ വരുമ്പോൾ ചെയ്തു പോകുന്നത് അഡീഷൻ ആണ്. ഇത് പഠിക്കുക. ഇത് അതായത് ഇതിനകത്ത് ഏത് മെത്തേഡാണ് ചോദിക്കുന്നത് അതനുസരിച്ച് തന്നെ ചെയ്യണം. അല്ലാതെ നമ്പർ സ്റ്റെപ്പ് മാത്രം പഠിച്ചിട്ട് ഞാൻ അതിലേ ചെയ്യുള്ളൂ എന്ന് പറയരുത്. ഏതാണോ അവർ ചോദിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പം എല്ലാവരും പഠിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.